കൈപ്പിന്റെ അധിപനവേ
ദീർഘിപ്പിക്കുന്നില്ല. എന്റെ മുമ്പിലുള്ള സമയപരിധിക്കുള്ളിൽ ഞാൻ അമ്മയെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഭാഗമാണ് ഞാൻ ഇന്നത്തെ പകൽക്കാലത്തെ ചിന്തയ്ക്കായി ആഗ്രഹിക്കുന്നത്. അമ്മയെ സ്തോത്രം. ലൂക്കോസ് 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അതിന് ശീമോൻ, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം, കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ശബ്ദമായി ഇടപെടണം. കേൾവിക്കാരാന്റെ മക്കളെ അനുഗ്രഹിക്കണം, സഭയെ അനുഗ്രഹിക്കണം. അമേസ്തോത്രം ഇവിടെ അമേസ്തം നടത്തുന്ന പ്രിയ ശിവിൻ തന്റെ കുടുംബം ഏവരെയും ക്രിസ്തേശുവിനോടൊത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി മുഖവരകൾ പറഞ്ഞു പോകാനുള്ള സമയം എന്റെ മുമ്പിലില്ല. വിശുദ്ധ വേദപുസ്തകം അമേസ്തോത്രം നാം വായിക്കുമ്പോൾ ഇവിടെ നാം വായിച്ചിട്ട്, നാഥ, അതിന്റെ ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഈ ഉപവാസ പ്രാർത്ഥനയോട് തലേ ദിവസം ഈ ഞായറാഴ്ച പകൽ വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും അല്ല എങ്കിൽ പോലും ചിലർക്ക് എന്ന് പകൽക്കാലം പറയാൻ കഴിയും, നാഥ, ഒന്നും കിട്ടിയില്ല, അല്ലെ? അതിനുവേണ്ടി ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നേ. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടണമെന്നുണ്ടെങ്കിൽ, ആമേൻ, എന്തെങ്കിലും തന്റെ ജീവിതത്തിനകത്ത് ദൈവസന്നിധിയിൽ നിന്നും നമ്മെ പ്രാവർത്തികമാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ, ആമേൻ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കാരണം നാഥ, ഇനി ഒന്നും കിട്ടിയില്ല എന്നുള്ള വർത്തമാനം നാളെ കേൾക്കരുത്. നാഥ, എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള വർത്തമാനം നാളെ കേൾക്കാതിരിക്കാൻ ഈ യോഗങ്ങളിൽ പങ്കെടുത്ത് നിങ്ങൾ സംതൃപ്തമായി ക്രിസ്തുവിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. നിങ്ങൾക്കറിയാം, ഈ ഭാഗം വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യേശുവിന്റെ സുവിശേഷ പ്രഘോഷണം നടക്കുന്ന കാലഘട്ടം. അപ്പോൾ യേശു ക്രിസ്തു പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാം, അവൻ കടൽക്കരയിലും, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, മല മുകളിലും, ആമേൻ, പാറയുടെ പുറത്തും, ആമേൻ, നാറിയ പടകിലും ഒക്കെ ഇരുന്ന ദൈവം പ്രസംഗിക്കാറുണ്ട്. ഹല്ലേലൂയ. അവന്റെ പ്രഘോഷണം, അവന്റെ സുവിശേഷ പ്രഘോഷണം മറ്റൊരു രീതിയില്ല. സ്തോത്രം, ജനം ആഗ്രഹിക്കുന്നതിനേക്കാളുപരി അവൻ താണ അമേസ്തോത്ര ജീവിതമായി, അല്ലെങ്കിൽ താണ ഒരു രീതിയിൽ ഇരുന്നുകൊണ്ട് അവൻ പ്രസംഗിക്കുന്ന ഒരുവനാണ് നമ്മുടെ യേശു ക്രിസ്തു. ഹല്ലേലൂയ. മാത്രമല്ല, നമുക്കറിയാം, യേശു ക്രിസ്തു ഇപ്പൊ പ്രഭാതത്തിൽ അവൻ ഇറങ്ങി തിരിച്ചു എന്നിരിക്കട്ടെ. ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചാൽ അവൻ, ഹല്ലേലൂയ, അവസാനിക്കുമ്പോൾ, യാത്ര അവസാനിക്കുമ്പോൾ അത് വലിയൊരു ഘോഷയാത്രയായി മാറും, അല്ലെ? യേശു ക്രിസ്തുവിന്റെ പ്രസംഗം ആരംഭിച്ചു എന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ഒരു സുവിശേഷ പ്രഘോഷണത്തിനായി അവൻ പ്രാരംഭം കുറിച്ചാൽ ആ സുവിശേഷ യോഗം ഒരു മഹായോഗമായി മാറും. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു ഇതാ, ആമേൻ, അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ ചിലത് വായിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കട്ടെ. ആമേൻ. ഗെന്നസരത്ത് തടാകം, തിബരിയോസ്, നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗം. ഒരു ആള് ഈ വേദഭാഗം എന്നെ വായിച്ച് എന്നെ സഹായിച്ചാൽ വളരെ ഉപകാരം. സ്തോത്രം. മറ്റാൻ വേദപുസ്തകങ്ങൾ തുറക്കണമെന്നില്ല. എന്റെ പരിധിക്കുള്ളിൽ അവൻ വേഗം ഓടിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ദൈവമക്കളെ, സ്തോത്രം, ഈ ഭാഗം യേശു ക്രിസ്തു എവിടെ നിൽക്കുന്നു? തിബരിയോസ് കടൽക്കരയിൽ. വലിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുമ്പോൾ അവൻ ചുരുങ്ങിയ ജനക്കൂട്ടമാണെങ്കിൽ അതിന്റെ പര്യവസാനം മഹായോഗമാണ്. തിബരിയോസ് കടൽക്കരയിൽ യേശു എത്തുമ്പോൾ ജനം അവന്റെ മുമ്പാകെ തണിച്ചു കൂടുകയാണ്. വായിച്ചേ, വായിച്ചേ, വേഗം. അവൻ ഗെന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്നു. നിർത്തി അവൻ ദൈവത്തിന്റെ വചനം അവൻ കേൾക്കേണ്ടതിന് ഒരു കൂട്ടം പേരുണ്ട്. യേശു ക്രിസ്തു പ്രസംഗിക്കുന്നത് അവന്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം കേൾക്കുവാൻ, മനോഹരമായ ചിന്തകളെ മനസ്സിലാക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, അവന്റെ സുവിശേഷ പ്രഘോഷണം കേൾക്കുന്നതിന് വേണ്ടി ഒരു വലിയൊരു ജനക്കൂട്ടം അവന്റെ മുൻപിൽ നിൽക്കുകയാണ്. ആമേൻ. ദൈവമക്കളെ, ദൈവ സന്നിധിയിൽ വന്നു നിൽക്കുന്ന ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നാം ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ സുവിശേഷ പ്രസംഗം കേൾക്കാനാണ്. ദൈവത്തിന്റെ സുവിശേഷം എന്താണ് അവന്റെ വായിൽ നിന്ന് വരുന്നത് കേൾക്കാനാ. ദൈവം എന്താണ് നമ്മോട് കൽപ്പിക്കുന്നത്
ജനക്കൂട്ടം. യേശു എന്താ പറയുന്നേ? എന്താ സംസാരിക്കുന്നേ? ആർക്കാ സൗഖ്യം കൊടുക്കാൻ പോകുന്നേ? ഹല്ലേലൂയ! അവൻ എന്തൊക്കെയാണ് ഇവിടെ നടത്താൻ പോകുന്നത്? ആ സ്തോത്രം വളരെയധികം ആഗ്രഹത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടം ചേരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! നമുക്ക് ആഗ്രഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വേദപുസ്തകം എഴുതിയിരിക്കുന്നത് ദൈവവചനം കേൾക്കേണ്ടതിന്. ദൈവവചനം കേൾക്കേണ്ടതിന്. മറ്റുള്ള പലതിനും നമുക്ക് സമയമുണ്ട്, പക്ഷേ ദൈവവചനം കേൾക്കാൻ സമയമില്ല. പക്ഷെ ഈ ജനം പറയുന്നത് ദൈവവചനം കേൾക്കേണ്ടതിന് അവന്റെ മുമ്പിൽ ജനം തിരക്കിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! ശിഷ്യന്മാരുണ്ട്, യേശുവുണ്ട്, വലിയൊരു ജനക്കൂട്ടം നിൽക്കുമ്പോൾ യേശു ക്രിസ്തു സുവിശേഷ പ്രസംഗം ആരംഭിക്കുക. വായിച്ചോളെ. അപ്പോൾ 2 പടക്. ആമേൻ. യേശു ക്രിസ്തു സുവിശേഷ പ്രസംഗം ആരംഭിക്കുന്നു, അല്ലേ? പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യേശുവിനെ പ്രസംഗിക്കാൻ ഒരു സ്റ്റേജ് വേണ്ടേ? ഞാനിവിടെ പുറത്തു വന്നപ്പോൾ തന്നെ പാസ്റ്റർ ഷിബിനോട് ഞാൻ ചോദിച്ചു, മുമ്പ് ഞാൻ വന്നതിനേക്കാളും മനോഹരിതയായിരിക്കുന്നു എന്ന് പറഞ്ഞത് വളരെ സന്തോഷമാണ്. അപ്പൊ നിൽക്കാൻ ഒരു സ്റ്റേജ് വേണം, അല്ലേ? ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും നിൽക്കാൻ ഒരു സ്റ്റേജ് വേണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, യേശു ക്രിസ്തുവിന് തിമോഥെയോസ് കടൽക്കരയിൽ നിന്ന് പ്രസംഗിക്കാൻ ഒരു പീഠം വേണം, ഒരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം യേശുവിന് വേണ്ടി ഒരു സ്റ്റേജ് കൊടുക്കാൻ തയ്യാറുണ്ടോ? എത്ര പേർ ഇന്ന് പകൽക്കാലം പറയും, ഞാൻ അവന് വേണ്ടി ഒരു സ്റ്റേജ് കൊടുക്കാൻ തയ്യാറാണ്? യേശു ക്രിസ്തു തിമോഥെയോസ് കടൽത്തീരത്ത് നിൽക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച എന്താ? അവന്റെ മുമ്പിൽ 2 പടകുകൾ വന്ന് നിൽക്കുന്നു. സ്തോത്രം. 2 പടകുകൾ. മറ്റു ചെറുപടകുകളുമുണ്ട്. ആ ഭാഗത്തേക്കൊന്നും വിശദീകരിക്കുന്നില്ല. മാർക്കോസ് 4:35 വായിക്കുമ്പോൾ ചെറുപടകുകളുണ്ടെന്ന് പറയുക. പക്ഷേ ഇവിടെ 2 പടക് വന്ന് നിൽക്കുന്നു. ആമേൻ. 2 പടക് വന്ന് നിൽക്കുമ്പോൾ ആമേൻ, ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെ പ്രസംഗിക്കാൻ ഒരു സ്റ്റേജ് വേണം. നിങ്ങൾ എത്ര പേർക്ക് പകൽക്കാലം അവന് വേണ്ടി ഒരു സ്റ്റേജ് കൊടുക്കാൻ തയ്യാറുണ്ട്? അവന്റെ കാൽ വയ്ക്കുവാൻ, അവന്റെ പാദം ഒന്ന് വയ്ക്കുവാൻ, അവന്റെ സാമീപ്യം ഒന്ന് മനസ്സിലാക്കുവാൻ, ഹല്ലേലൂയ, അവന്റെ സ്പർശനം ഇന്ന് പകൽക്കാലം ഒന്ന് മനസ്സിലാക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട്? ഒരു ഹല്ലേലൂയ പറ. കർത്താവേ, എന്റെ പടകിനെ ഞാൻ നിനക്ക് വേണ്ടി തരാൻ തയ്യാറാ. എന്റെ ജീവിതത്തെ ഞാൻ നിനക്ക് വേണ്ടി തരാൻ തയ്യാറാ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് പറ, അവൻ നിന്റെ പടകിനെ ഇന്ന് പകൽക്കാലം തെരഞ്ഞെടുക്കും. യേശു ക്രിസ്തു നോക്കിയപ്പോൾ വിശുദ്ധ വേദപുസ്തകം വായിച്ചു കേട്ടതുപോലെ 2 പടക് വന്ന് നിൽക്കുകയാണ്, അല്ലെ? നാമാണെങ്കിൽ എന്ത് ചെയ്യും? എന്റെ സുഹൃത്ത് അല്ലെങ്കിൽ രാമചന്ദ്രന്റെ പടകുണ്ട്, ഇപ്പുറത്ത് ഞാൻ മോനെ പോലെ സ്നേഹിക്കുന്ന പാസ്റ്റർ ഷിബിന്റെ പടകുണ്ട്. ഞാൻ ഇതിൽ ആരെ പടകിലാണ് ഞാൻ കയറേണ്ടേ? അല്ലെ? ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. 2 വേണ്ടപ്പെട്ടവരാ. പക്ഷേ യേശു ക്രിസ്തു തിരഞ്ഞെടുക്കുന്നത് ശീമോന്റെ പടകാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിത, ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ, പ്രൈസ് ദി ലോർഡ്, യേശു ശീമോന്റെ പടക് തിരഞ്ഞെടുക്കുവാൻ കാരണമെന്ന് ആമേൻ, അവന്റെ ജീവിതം യേശു മനസ്സിലാക്കി. ഹല്ലേലൂയ. അവൻ എങ്ങനെയാണ് ഈ കടൽത്തീരത്ത് നിൽക്കുന്നത് യേശു മനസ്സിലാക്കി. അവന്റെ കുടുംബ പശ്ചാത്തലം യേശു മനസ്സിലാക്കി. ഒന്നും കിട്ടാതെ നിൽക്കുന്ന ശീമോന്റെ അവസ്ഥയെ ദൈവം മനസ്സിലാക്കിയിട്ട് അവന്റെ പടകിനെ ഇന്ന് പകൽക്കാലം യേശു ചോദിക്കുക. നിന്റെ പടകിനെ, നിന്റെ ജീവിതത്തെ ഇന്ന് പകൽക്കാലം ഒന്ന് യേശു ചോദിക്കുക. ഒന്ന് കൊടുക്കാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. റെഡി? കർത്താവേ, ഞാൻ റെഡിയാ. പറ, ഞാൻ റെഡിയാ. എന്റെ പടകിൽ ഇന്ന് പകൽക്കാലം കർത്താവേ നീ ഒന്ന് കയറണമേ. എന്റെ പടകിൽ യേശുവേ നീ ഒന്ന് കയറണമേ. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ശീമോന്റെ പടകിനെ യേശു തെരഞ്ഞെടുത്തു. ശീമോന്റെ പടകിലേക്ക് യേശു കയറുവാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം ദൈവമക്കളെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള പടകിന് ആവശ്യം തോന്നൂലേ?
സ്വാഭാവികമാണ്. എനിക്ക് സമയം എന്റെ മുമ്പിൽ പോരാ, 1 മണിക്കൂർ എനിക്ക് ഷിഫ്റ്റ് തന്നു, സമയം പോരാ. ആ പടകിനെ കുറിച്ച് പറയണമെന്നുണ്ട്, പക്ഷേ അതിനെ കുറിച്ച് തൊടുന്നില്ല. സ്വന്തം എന്നാൽ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, 2 പടക് നിൽക്കുമ്പോൾ ഒന്ന് യേശു കയറി, മറ്റൊന്നിൽ കയറിയില്ല. പക്ഷേ ആ പടകിനും അമർഷം തോന്നും. എന്തുകൊണ്ട്? എന്റെ പടകിൽ യേശു കയറി. ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്ന 2 സഹോദരങ്ങൾ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നിരിക്കട്ടെ. പാസ്റ്റർ ഷിബിൻ നിങ്ങളുടെ വീട്ടിൽ ഭവന സന്ദർശനം അത്യാവശ്യത്തിന് വിളിച്ചപ്പോൾ ഒരു വീട്ടിലേക്ക് ഓടി വന്നു, പ്രാർത്ഥിച്ചു. ഇറങ്ങിയപ്പോൾ അടുത്ത വീട്ടിലെ സിസ്റ്റർ കാണുകയാ, അയ്യോ എങ്കിലും പാസ്റ്റർ അവിടെ വന്ന് പ്രാർത്ഥിച്ചു, എന്റെ വീട്ടിൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു പരിഭവം ഉണ്ടാകില്ലേ? ആ പരിഭവം ഉള്ള കാലം മുഴുവൻ മാറത്തുമില്ല. ആ പരിഭവം ഉള്ള കാലം മുഴുവൻ മാറത്തുമില്ല. പക്ഷെ ഇവിടെ നാം ചിന്തിക്കുമ്പോൾ മറ്റേ പടകിന് പരിഭവമില്ല. യേശുവിന്റെ പ്രസംഗം കേൾപ്പാൻ അവനോ റെഡിയായി നിൽക്കുകയാണ്. വിശദീകരിക്കുന്ന ആ ഭാഗം ഞാൻ അവിടെ നിർത്തുന്നു. ദൈവമക്കളെ, യേശു ക്രിസ്തു ശീമോന്റെ പടകിനെ തെരഞ്ഞെടുത്തു. യേശു ശീമോൻ പത്രോസിന്റെ പടകിലേക്ക് അവൻ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വായിച്ചു ഓടിച്ചു വായിക്കുവാൻ യേശു ക്രിസ്തു 2 പടക് കണ്ടു. പക്ഷേ ഈ പടക് കാണുമ്പോൾ ഇവരെന്താ ചെയ്യുന്നേ? പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകുന്നുണ്ടല്ലേ? കാരണം ചില ദിവസങ്ങൾ കൊണ്ട് അധ്വാനിപ്പാനായി പോയി, ആഴക്കടലിൽ പോയി, അക്കരെ കടലിൽ പോയി, എല്ലാ ഭാഗങ്ങളിലും പോയി വിശ്രമിച്ച് ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ പടക് ശീമോന്റെ പടകും മറ്റേ പടകും കുറെ ചെറിയ പടകുകളുമായി കരയ്ക്ക് ഒതുക്കി നിർത്തിയിട്ട് പടകിനെ കഴുകി വൃത്തിയാക്കി വലയും നന്നാക്കി ഇനി വീട്ടിൽ പോകാനുള്ള ഭാവമാണ്. ഇവരോടൊന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ അവന് പറയും, തമ്പുരാനെ ഒന്നും കിട്ടിയില്ല. 2 ദിവസത്തിന് മുമ്പുള്ള യാത്രയാണ്. കടലിന്റെ ആഴങ്ങളിൽ പോയിട്ട് ഒന്നും കിട്ടാത്ത ഒരവസ്ഥയാണ്. ഞങ്ങൾ ഇനി ഈ കടലിൽ പടകിനെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തിയിട്ട് ഈ വലയും നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ വീടുകളിൽ പോയി സുഖമായി ഒന്ന് ഉറങ്ങാൻ വേണ്ടി പോവുക. പിന്നെ എപ്പോഴെങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും കിട്ടണമെന്നൊരു പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ വരും. തൽക്കാലം ഞങ്ങൾ പോകട്ടെ എന്നുള്ള ചിന്തയായിരിക്കും അവരുടെ മനസ്സിലുള്ളത്. ഇന്ന് മകൾക്കാലം ദൈവജനമേ, ശീമോൻ പത്രോസിന്റെ പടകിൽ യേശു കയറുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ ഈ പടകിനെ ഇറങ്ങിയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവരും കൂടെ ചേർന്ന് ഈ പടകിനെ കഴുകുക, വല നന്നാക്കുക, വൃത്തിയാക്കുക പരിപാടികൾ നടക്കുന്ന ഒരു സന്ദർഭമായി കാണുകയാണ്. നാളെ മുതൽ ഇവിടെ കഴുകലും വൃത്തിയാക്കലും ഒക്കെ നടക്കുക അല്ലെ? വല നന്നാക്കുന്ന പരിപാടി നടക്കുക. കിടക്കുന്ന കണ്ണികളെ ഈ ദിവസങ്ങളിൽ നിന്ന് കിട്ടണം. മുറിവേൽക്കപ്പെട്ട ജീവിതത്തെ അല്ലെങ്കിൽ ഒന്ന് തച്ചുവച്ച് ഒരു പുത്തൻ പന്ഥാവിലേക്ക് എത്തിച്ചേർക്കണം. തകർന്നുപോയ ദാമ്പത്യ ജീവിതത്തെ ഒന്ന് കൂട്ടി ഇണക്കണം. അതാ കർത്താവ് ഈ ദിവസം കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു നോക്കുമ്പോൾ ചിലർ വല കഴുകുന്നു. എന്നാൽ 4:21 വായിക്കുമ്പോൾ അവർ ചിലർ വല നന്നാക്കുന്നു. ചിലര് വല കഴുകും, നന്നാക്കത്തില്ല. ചിലര് നന്നാക്കും, കഴുകത്തില്ല. അല്ലേ? ചിലര് രണ്ടും ചെയ്യത്തില്ല. നോക്ക്, നിന്റെ ജീവിതത്തിൽ നീ നന്നാക്കുകയും വേണം, വല കഴുകുകയും വേണം. വല കഴുകാനോ നന്നാക്കാനോ നേരം ഉണ്ടെങ്കിൽ മൊബൈൽ എടുത്ത് നന്നാക്കാൻ അല്ലേ? മൊബൈൽ എടുത്ത് വാട്സപ്പ് നോക്കും, ഫേസ്ബുക്ക് നോക്കും, ഇൻസ്റ്റാഗ്രാം എങ്ങനെ പോകുന്നു എന്ന് നോക്കും, അതുപോലെ ചാറ്റ് വല്ലതും വരുന്നു എന്ന് നോക്കും, അത് തിരിച്ചും മെസ്സേജ് അയക്കുന്നു. ഇതാ പലരുടെയും പരിപാടി. പള്ളി വന്നാലും അതെടുത്ത് ചെയ്യുന്നവരുണ്ട്. അവരോട് തന്നെ സ്തോത്രം ചെയ്യുക ആണോ? പലരും മെസ്സേജ് വായിച്ചു നോക്കി പോയിട്ട് പലരും ആറ്റിനകത്ത് വീണ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. മറന്നു പോകരുത്. ആറ്റിനകത്ത് വീണുപോയ ചരിത്രമുണ്ടെന്നേ. അതുകൊണ്ട് സഭയ്ക്കകത്ത് വരുമ്പോൾ മാത്രമല്ല മൊബൈൽ എടുത്ത് കളിക്കുകയല്ല, നിന്റെ ജീവിതത്തിനകത്ത് നീ വല നന്നാക്കണം, വല കഴുകണം. എന്ത് മകൾക്കാലം യേശു ക്രിസ്തു ശീമോൻ പത്രോസിന്റെ പടകിനെ ഒന്ന് ചോദിക്കുന്നു. ഒന്ന് നോക്കിയേ മറ്റൊരവസ്ഥ. ഈ കോവളം കഴിഞ്ഞ ഭാഗത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ പോകുമ്പോൾ പടകിനെ കെട്ടി നിർത്തിയിരിക്കുന്നത് കാണാം, ഇല്ലേ? എന്തിനാ? തിരമാലകൾ വന്നാൽ, മഴയുടെ കോളുകൊണ്ട്
അവൻ വെള്ളം അവൻ തിരമാലകൾ കൊണ്ട് പൊങ്ങിയാൽ അവൻ ഇത് പോകരുത്. വെറും കയറുകൊണ്ട് കെട്ടി നിർത്തുമ്പോൾ അതിന്റെ അപ്പുറത്തൊരു കുറ്റിയുണ്ട്. കുറ്റിയിൽ വഴി ഒരു കല്ലടിച്ച് അത് താഴ്ത്തി വെച്ച് ഒരിക്കലും ഇവിടെ പറഞ്ഞു പോകരുത്, ഓടിപ്പോകരുത് എന്ന് പറഞ്ഞാണ് ഈ പടകിനെ കെട്ടി നിർത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പകൽക്കാലം ഞാൻ പറയുന്നു, നിന്റെ പടകിന്റെ നടുവിൽ ചില കെട്ടുകളുണ്ട്. നിന്റെ പടക് അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ, മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ചിലത് കെട്ടിവെച്ചിട്ടുണ്ട്. മാത്രമല്ല, കെട്ടിന്റെ അപ്പുറത്ത് കല്ലുകൊണ്ട് താഴ്ത്തി അടിച്ച കുറ്റികളുണ്ട്. ഇന്ന് പകൽക്കാലം അത് ഉണർന്നു മാറണം, അത് പിടിഞ്ഞു മാറണം. ആ ബന്ധനങ്ങൾ അഴിയേണ്ട ദിവസമായി ഇന്ന് പകൽക്കാലം മാറണോ? നിന്റെ പടകൊന്ന് സ്വാതന്ത്ര്യമാകണ്ടേ ഇന്ന്. യേശു ക്രിസ്തു